ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്കെങ്കിലും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് കമ്പനീസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ LIC കമ്പനി. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്പെക്കുലേറ്റീവ് പ്ലേസ് ആണ്. ലോങ് ടേമിലേക്ക് വളരാൻ സാധ്യതയുള്ള സെക്ടേഴ്സ്, ആ സെക്ടേഴ്സിലുള്ള സ്റ്റോക്ക് അത് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തു. അത് എന്താണ് റീറ്റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ചെറിയ ചെറിയ SIP മോഡലിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ന് 90% മലയാളികൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെയധികം ഭയമുണ്ട്. പക്ഷേ ഇതേ മലയാളി തന്നെയാണ് പല പല ആർഭാട വസ്തുക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും, ക്രെഡിറ്റിൽ പണം എടുക്കുന്നതും, അല്ലെങ്കിൽ സാധനങ്ങൾ എടുക്കുന്നതും, അല്ലെങ്കിൽ ബെറ്റിങ്ങിൽ ഏർപ്പെടുന്നതും. ഇന്ന് നമ്മുടെ കൂടെ ശ്രീ ബിനോയ് ഉണ്ട്. ഹീസ് എ സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ്. വെൽക്കം മിസ്റ്റർ ബിനോയ്. താങ്ക് യു. സോ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് വളരെ ലളിതമായ രീതിയിൽ എന്താ പറയാൻ പറ്റുക, ഒരു ആമുഖം എന്ന രീതിയിൽ? സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ ആക്ച്വലി ഒരു രാജ്യത്തിന്റെ എക്കോണമിന്റെ ഭാഗമാണ്. സോ എനിക്ക് പറയാനുള്ളത്, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോക്കെങ്കിലും ഇന്ത്യയിലെ റെപ്യൂട്ടഡ് കമ്പനീസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ LIC കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് എന്തായാലും ഒരു ചെറിയൊരു പോർഷൻ എങ്കിലും, ഇൻകത്തിന് ചെറിയൊരു ഭാഗമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇന്ത്യയിലും മാത്രമാണ് ഇത്തരം കുറച്ച് ജനങ്ങൾ, ലോട്ട് ഓഫ് പോപ്പുലേഷൻ രാജ്യം, ഒരു 1% ആൾക്കാർ ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ളൂ. മറ്റേ പല രാജ്യങ്ങളിലും ഓൾമോസ്റ്റ് 90% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റഡ് ആണ്. സോ അത് അവെയർ ആവണം ജനങ്ങൾ. എന്നാൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്കും ഒരു പ്രോഗ്രസ് ഉണ്ടാവാൻ സാധ്യത. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സ്പെക്കുലേറ്റീവ് പ്ലേസ് ആണോ? തീർച്ചയായിട്ടും അല്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് സ്പെക്കുലേഷൻ അലൗഡ് ആണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞു, രാജ്യത്തിന്റെ എക്കോണമിയുടെ ഭാഗമാണ്. അപ്പൊ അതൊരിക്കലും ഒരു സ്പെക്കുലേഷൻ ആവുന്നില്ലല്ലോ. പക്ഷെ അവിടെ സ്പെക്കുലേഷൻ അലൗഡ് ആണ്. ഇൻട്രാഡേ അലൗഡ് ആണ്, സ്വിംഗ് ബേസ്ഡ് അലൗഡ് ആണ്, ഫ്യൂച്ചർ ഓപ്ഷൻസ് ഉണ്ട്. സോ അത് റിസ്ക് ആണ് അതിൽ. പക്ഷെ ആസ് എ ഇൻവെസ്റ്റർ, റീറ്റെയിൽ ഇൻവെസ്റ്റർ നിലക്ക് സ്പെക്കുലേഷൻ ചെയ്യാതെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആയിട്ട് മാറാണ് ചെയ്യേണ്ടത്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിന്റെ ടു ഡു ലിസ്റ്റ് എന്താണ്? അത് എന്താണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആദ്യം ചെയ്യേണ്ടത്? ബേസിക്സ് എന്താണ്? ഓക്കെ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ആക്ച്വലി ബേസിക്കലി ഒരു പേഷ്യൻ ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ ചെയ്യേണ്ടത്. ലോങ് ടേമിലേക്ക് വളരാൻ സാധ്യതയുള്ള സെക്ടേഴ്സ്, ആ സെക്ടേഴ്സിലുള്ള സ്റ്റോക്ക് അത് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെറിയ ചെറിയ SIP മോഡലിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ഒരിക്കലും സ്പെക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം സ്പെക്കുലേറ്റ് ചെയ്യാൻ അവിടെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് റീറ്റെയിലേഴ്സിന് കയ്യിൽ നിന്ന് പൈസ കമ്പനി പോകുന്നത്. ഈ റീറ്റെയിലേഴ്സിന് കയ്യിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ടാണ് ഈ FIOസും DIOസും ഒക്കെ ക്യാഷ് ഉണ്ടാക്കുന്നത്. സോ റീറ്റെയിലേഴ്സ് വളരെ കോഷ്യസ് ആവുന്ന കാര്യം, ഒരു എൻട്രി ചെയ്യുന്ന ഓരോ സ്റ്റോക്കും ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്ക് ആയിരിക്കണം. ആരും പറഞ്ഞ് കേട്ടിട്ട് സ്റ്റോക്കിൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏത് ടിപ്പ് കിട്ടിയാലും ജസ്റ്റ് സ്റ്റഡി ചെയ്യാം. ആ കമ്പനിക്ക് ഫണ്ടമെന്റൽസ് ഉണ്ടോ? ഫണ്ടമെന്റൽസ് മീൻസ് അതിന്റെ ഗ്രോത്ത് ഉണ്ടോ, സെക്ടറിൽ ഏതാണ്, അതിന്റെ പ്രൊമോട്ടേഴ്സ് തരികടിയാണോ, ഇതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കാരണവശാലും ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് പൈസ പോകില്ല. സ്പെക്കുലേറ്റ് ചെയ്ത് നിന്നാൽ സ്റ്റഡി ആൻഡ് ഇൻവെസ്റ്റിനുള്ള ഒരു മെത്തേഡ് ആയിരിക്കണം. അതെ. ഫണ്ടമെന്റൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം? ഹൗ ഡു വി ചെക്ക് ദാറ്റ്? ഫണ്ടമെന്റൽസ് എന്ന് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായി ചെക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കാം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് തരുന്ന ഒരു കമ്പനിയാണ്. ഇതൊക്കെ അറിയാൻ വളരെ എളുപ്പമാണ്. പല പല ആപ്സ് ഉണ്ട്, സ്ക്രീനേഴ്സ്, മണി കൺട്രോൾ, ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കമ്പനി ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഒരുപാട് 10-20 കൊല്ലം മുന്നേ ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവര് കമ്പനി റിപ്പോർട്ട് തന്നെ നല്ലതായിക്കോളുന്നില്ല, ശരിയായിക്കോളുന്നില്ല. ഒരു തരികട റിപ്പോർട്ട് തന്നിട്ടൊക്കെ ആൾക്കാരെ വഞ്ചിച്ച് ആ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വെറുതെ കാണിച്ച്. പക്ഷെ ഇപ്പൊ സെബി ഈ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എങ്ങനെ വെറുതെ ഒന്നും നെറ്റ് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റൂല. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ കമ്പനി ഡീലിസ്റ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഇപ്പം കുറച്ചും കൂടി എളുപ്പമാണ്. 10 കൊല്ലം മുന്നേ കമ്പയർ നോക്കുമ്പോൾ ഇപ്പം വളരെ എളുപ്പമാണ് മനസ്സിലാവും. സ്ക്രീനർ എന്ന ഒരു സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ മണി കൺട്രോൾ ആപ്പ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾ പോവാണ് വളരെ ക്ലിയർ ആയിട്ട് കാണാം. അപ്പം ഒരു കമ്പനീന്റെ നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് 5 years കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത്. പിന്നെ കമ്പനിന്റെ ഏർണിംഗ് പെർ ഷെയർ, PE റേഷ്യോ, ബുക്ക് വാല്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ പുറമെ ഞാൻ മെയിനായി നോക്കില്ല കമ്പനി പ്രൊമോട്ടേഴ്സ് ആരാ നോക്കും. ഇവർ തരികടയാണോ നോക്കും. ഇവര് എത്ര പെർസെന്റേജ് സ്റ്റേക്ക് ആ കമ്പനിയിൽ ഉണ്ട്, ആ സ്റ്റേക്ക് കുറയ്ക്കുന്നുണ്ടോ, അവർ പ്ലെഡ്ജ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നോക്കാം. പിന്നെ സ്വാഭാവികമായിട്ട് ഏത് ബിസിനസ്സിലാണ് അവരുള്ളത്, ഭാവിയിൽ വളരുന്ന ബിസിനസ് ആണോ, എന്ത് ബിസിനസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ സാധനം വാങ്ങുമ്പോൾ
പല ആൾക്കാരും സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നീ വാങ്ങിയ സ്റ്റോക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അറിയാതെ പറയും. അപ്പൊ പിന്നെ ടാറ്റ സ്റ്റീൽ വാങ്ങുകയാണെങ്കിൽ സ്റ്റീലാണ് അവർ ഉണ്ടാക്കുന്നത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു ഡേ ബൈ ഡേ മോണിറ്ററിംഗ് അത്യാവശ്യമാണ് അല്ലേ സ്റ്റോക്സ്? തീർച്ചയായിട്ടും. ഇപ്പൊ ലോങ് ടേം ഇൻവെസ്റ്റ് സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് രാത്രി നോക്കിയാൽ മതി സ്റ്റോക്ക് മൂവിന് വന്നില്ല, ഡെയിലി നോക്കണം. എല്ലാവർക്കും കുറെ ആപ്സ് അവൈലബിൾ ആണ്. അവൈലബിൾ. പണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്ത് മാത്രം നോക്കിയാൽ മാത്രം കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങളുടെ ഒരു ആപ്പ് നോട്ടിഫിക്കേഷൻ പോലെ, ഒരു ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ പോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. അതെ, വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ ഫണ്ടമെന്റ്സ് മനസ്സിലാക്കാൻ അത്ര വലിയ പ്രയാസം എനിക്ക് ടെക്നിക്കൽസ് ആയിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ചോദിക്കാനുള്ളത് EPS, ബുക്ക് വാല്യൂ ആൻഡ് പി റേഷ്യോ, ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതെ, അത് ബേസിക് ആയി നോക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം EPS ഏർണിംഗ് പെർ ഷെയർ, പി റേഷ്യോ, ബുക്ക് വാല്യൂ, അതുപോലെ ഒരുപാട് ഇൻട്രൻസിക് വാല്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവേ ഒരു വളരെ സിമ്പിൾ ആയി നോക്കുന്ന മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ പെർ ഷെയറിന് എത്ര ഇൻകം കിട്ടും, എത്ര പ്രോഫിറ്റ് കിട്ടും. അപ്പൊ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ പെർ ഷെയർ എത്ര ഒരു വ്യക്തി കിട്ടും, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ EPS എത്രത്തോളം കൂടുന്നു അത്രത്തോളം കമ്പനിയുടെ പൊട്ടൻഷ്യൽ കൂടുതലാണെന്ന് അർത്ഥം. ഓരോ നെറ്റ് പ്രോഫിറ്റ്, ഓരോ ക്വാർട്ടർ പ്രോഫിറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് നെറ്റ് പ്രോഫിറ്റ് വളർച്ച അനുസരിച്ച് തന്നെ EPS വളർന്നുകൊണ്ടിരിക്കും. EPS ഒരു പ്രധാന ഘടകമാണ്. EPS എപ്പോഴും കൂടിയിരിക്കണം. ചില കൺഫ്യൂഷൻസ് ഉണ്ട്, EPS ആണ് പി റേഷ്യോ കൂടുന്നത്, കൺഫ്യൂഷൻ ആണ്. EPS എപ്പോഴും കൂടുന്ന കമ്പനിയായിരിക്കും നല്ലത്. പി റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഡിവൈഡഡ് ബൈ EPS. അതായത് EPS ഡിവൈഡഡ് ബൈ EPS. EPS എന്നാൽ ഇപ്പൊ കമ്പനിയുടെ പൊട്ടൻഷ്യൽ, കമ്പനിയുടെ ഇൻകം, കമ്പനിയുടെ ഗ്രോത്ത് ഒക്കെ കാണിക്കുന്ന സംഭവം. അതിനോട് ഇപ്പോഴത്തെ ഷെയർ വാല്യൂ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് അതാണ്. അത് എപ്പോഴും കുറഞ്ഞിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പൊ ഇൻഡസ്ട്രിയൽ പി എന്ന് പറയും. ഇപ്പൊ നമ്മള് സ്റ്റീൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റീൽ കമ്പനീന്റെ EPS-ഉം ഡിവൈഡ് നിലവിലുള്ള പ്രൈസ് ഡിവൈഡ് ബൈ EPS കിട്ടി കഴിഞ്ഞാൽ എത്രയാന്ന് നോക്കും. ഇപ്പൊ 12 ആണ് കൂട്ടുക. അപ്പൊ 12 ഒരു ആ സെക്ടറിന്റെ പി 12 ആണെങ്കിൽ നമ്മൾ പെർട്ടിക്കുലർ സ്റ്റോക്ക്, ഒരു സ്റ്റീലിന്റെ സ്റ്റോക്ക് എടുത്തു, ടാറ്റ സ്റ്റീൽ എടുക്കുക. ആ ടാറ്റ സ്റ്റീലിന്റെ പി റേഷ്യോ 2 ഉള്ളെങ്കിൽ അതിനർത്ഥം എത്രയോ താഴെ റേറ്റിൽ ഈ ടാറ്റ സ്റ്റീൽ കിടക്കുന്നത്. 12 പിയിലേക്ക് അവൻ എത്രയോ ദൂരം കിടക്കുന്നു. അപ്പൊ ഇൻഡസ്ട്രി പി 12-ഉം ഈ ടാറ്റ സ്റ്റീൽ പി 2 ആണെങ്കിൽ ആ സ്റ്റോക്ക് ബൈ എന്ന് പറയണം. അതായത് ഇൻഡസ്ട്രി പി 12 സ്റ്റോക്ക്, ടാറ്റ സ്റ്റീലിന്റെ പി 20 ആണെങ്കിൽ അത് ഹൈ വാല്യൂ താഴോട്ട് വരാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പി റേഷ്യോ എപ്പോഴും കുറഞ്ഞിരിക്കണം, ഏർണിംഗ് പെർ ഷെയർ എപ്പോഴും കൂടിയിരിക്കണം. പിന്നെ ബുക്ക് വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ്. വളരെ സിമ്പിൾ. കമ്പനീന്റെ ടോട്ടൽ അസറ്റിൽ നിന്ന് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് മൈനസിലേക്ക് കിട്ടുന്നതാണ് ബുക്ക് വാല്യൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവമാണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ചില കമ്പനി സ്റ്റോക്ക് 40 രൂപ ആയിരിക്കും, ആ കമ്പനിന്റെ ബുക്ക് വാല്യൂ 100 രൂപ ആയിരിക്കും. ബുക്ക് വാല്യൂയിൽ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പറയുകയാണെങ്കിൽ അത് വളരെ അട്രാക്റ്റീവ് ലെവലാന്ന് പറയും. ഇനി വേറെ സംഗതി പറഞ്ഞാൽ ഈ സപ്പോസ് ഈ കമ്പനി ഡീലിസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ബുക്ക് വാല്യൂ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം എന്നാണ് റൂള്. 50 രൂപയാണ്, നാളെ എന്തെങ്കിലും കാരണവശാൽ ഡീലിസ്റ്റ് ആയി പോയാൽ ഈ 100 rupees ആണ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഇൻവെസ്റ്റേഴ്സിന് റീഫണ്ട് കിട്ടുന്നത്. പിന്നെ ഉള്ളത് ഇതുപോലെ തന്നെ വേറൊരു വാക്ക് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയും. ഇൻട്രൻസിക് വാല്യൂ, ഇൻട്രൻസിക് മീനിങ് പോലെ തന്നെ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇപ്പം LICന്റെ കേസ് എടുക്കുകയാണെങ്കിൽ LICക്ക് അസറ്റ് വിറ്റാൽ തന്നെ കോടാനുകോടി റുപ്യ കിട്ടാനുണ്ട്. LICന്റെ ഷെയർസ് വിറ്റാൽ തന്നെ കോടാനുകോടി റുപ്യ കിട്ടാനുണ്ട്. അപ്പൊ അതിലൊരു ഇൻട്രൻസിക് വാല്യൂ ബേസ്ഡ് ഓൺ ഫണ്ടമെന്റൽസ് ആണ് ഈ ഇൻട്രൻസിക് വാല്യൂ കണക്കാക്കുന്നത്. ഇപ്പൊ ചില കമ്പനീസൊക്കെ അവർ ഇൻട്രൻസിക് വാല്യൂക്കാൾ ബിലോ റേറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. അത് വാല്യൂബിൾ ആണ്. അപ്പൊ ഇൻട്രൻസിക് വാല്യൂ കൂടണം, ബുക്ക് വാല്യൂ കൂടണം, EPS കൂടണം, പി റേഷ്യോ കുറയും. ഇതിന്റെ ഒരു ക്രോണോളജിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഫണ്ടമെന്റൽസ്. ബേസിക് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇതൊക്കെ. ഇതിൽ നിന്നാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ബാക്കിയൊക്കെ നമ്മൾ കമ്പനി സൈറ്റിൽ പോയി നോക്കണം, സ്വാഭാവികമായിട്ടും ആ കമ്പനി എന്താ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ വെബ്സൈറ്റിൽ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. അത് പെർട്ടിക്കുലർ കമ്പനി വെബ്സൈറ്റിൽ പോയി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. ഫണ്ടമെന്റ്സ് നോക്കാൻ എളുപ്പമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ടെക്നിക്കലാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുള്ളത്. ഇതിന്റെ ടെക്നിക്കൽസ് എന്തൊക്കെയാണ്? ടെക്നിക്കൽസ് ആക്ച്വലി ഫണ്ടമെന്റ്സ് കൂടെ തന്നെയുള്ള സംഭവമാണ് ടെക്നിക്കൽസ്. ടെക്നിക്കൽസ് നോക്കുന്നത് നല്ലതാണ്. അത് ശരിക്കും പറഞ്ഞാൽ സെന്റിമെന്റ്സ് ആണ് ടെക്നിക്കൽസ്. ചില സ്റ്റോക്കിന് കയറി റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിൽ സ്റ്റോക്ക് കടന്നു പോകാൻ കുറച്ച് പ്രയാസം. എന്ന് പറയുമ്പോൾ 400 rupees സ്റ്റോക്ക് അതിന് റെസിസ്റ്റൻസ് ചിലപ്പോൾ 460 rupees ആയിരിക്കും. അപ്പൊ സ്റ്റോക്കിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 460 ഒരു റെസിസ്റ്റൻസിൽ സ്റ്റോക്ക് നിൽക്കും, പിന്നെ താഴോട്ട് വരും. അതുപോലെ താഴോട്ട് വരുമ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഈ സപ്പോർട്ടും തിരിച്ച് കയറും. ഈ ടെക്നിക്കൽസിൽ ചില ഒരുപാട് പാറ്റേൺസ് പഠിക്കാനുണ്ട്.
ഞാൻ ഒരു ഫണ്ടമെന്റ്സിലാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കല്. അപ്പൊ ഫണ്ടമെന്റ്സ് നോക്കാൻ ടെക്നിക്കൽ നോക്കിയുള്ള ഗുണം എന്താ വെച്ചാൽ ഈ റെസിസ്റ്റൻസ് സ്റ്റോക്ക് കൊടുത്തിട്ട് ഇത് താഴോട്ട് വീണ്ടും വാങ്ങുകയാണെങ്കിൽ നമ്മളൊരു എക്സാം 400 റുപ്പീസ് സ്റ്റോക്ക് വാങ്ങി, നമ്മൾ എയിം അത് 1000 റുപ്പീസ് ആവും. 1000 റുപ്പീസ് ആണ് ഫണ്ടമെന്റ്സ് ഉണ്ടെന്ന് കൂട്ടാം. അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റൻസ് 460 ആണെങ്കിൽ 460 കൊടുക്കാം. താഴെ തിരിച്ച് വീണ്ടും വന്ന് 420 എത്തുമ്പോൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ തിരിച്ച് വീണ്ടും വാങ്ങാം. അങ്ങനെ ആകുമ്പോൾ നമ്പർ ഷെയർസ് നമുക്ക് കൂട്ടാൻ പറ്റും. ഈ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴേക്ക് 100 ഷെയർ ഇപ്പൊ 200-300 ഷെയർ ആക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ ടെക്നിക്കൽസ് ഫെയിൽ ആയേക്കാം. ഇപ്പൊ ഫോൾസ് ബ്രേക്ക്ഔട്ട് കാണിച്ചിട്ട് മാർക്കറ്റ് റിസ്ക് ആണ്. സോ നമുക്ക് കൺവെൻഷണൽ സ്റ്റോക്ക് ആണെങ്കിൽ എന്റെ വ്യൂ കൺവെൻഷണൽ സ്റ്റോക്ക് ആണ്, അതിൽ ഒരിക്കലും ടെക്നിക്കൽസ് നോക്കില്ല. ഞാൻ അതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാണെങ്കിൽ പോകും. വേറെ കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഈ ടെക്നിക്കൽസ് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, സ്വിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ കിട്ടുന്ന ലാഭം എടുത്തിട്ട് എന്താ ഈ കൺവെൻഷണൽ സ്റ്റോക്സ് വാങ്ങിക്കൂട്ടും. അങ്ങനെ ഒന്നും നമ്മൾ കൺവെൻഷൻ നോക്കേ ഇല്ല. കൺവെൻഷൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ് വിട്ടുപോകും. എനിക്ക് വിട്ടു പോയിട്ടുണ്ട് സ്റ്റോക്ക് ആർവിനിൽ. അങ്ങനെ ഞാൻ ടെക്നിക്കലി അത് ഇറങ്ങുമെന്ന് വിചാരിച്ച് വിറ്റു, പക്ഷെ ആ ഷെയർ നേരെ വിട്ട് കയറി ഡബിൾ അടിച്ചു പോയി. അങ്ങനെ ഇതിൻ്റെ സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ടെക്നിക്കൽസ്, പക്ഷെ നിങ്ങളൊരു സ്വിംഗ് ബേസ്ഡ് ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഷോർട്ട് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഇൻട്രാഡേ ആണെങ്കിൽ തീർച്ചയായിട്ടും ടെക്നിക്സ് നോക്കണം. 100% ടെക്നിക്സ് നോക്കണം, അല്ലെങ്കിൽ നടക്കില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, നാളെ വേണ്ട പൈസ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സൂപ്പർ സ്റ്റോക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഫണ്ടമെന്റ്സ് ഒക്കെ ഉള്ള സ്റ്റോക്കാണ്, നല്ല റിസൾട്ട് ഉണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇത് പ്രോഫിറ്റ് കാണിച്ചു, ഒരു ക്വാർട്ടർ പ്രോജക്റ്റ് കാണിച്ചപ്പോൾ 300% പ്രോഫിറ്റ് ക്വാർട്ടർ കാണിച്ചു. അപ്പൊ എന്തായാലും സ്റ്റോക്ക് മൂവ് ചെയ്യണമെന്ന് പ്രതീക്ഷയിൽ നാളെ വേണ്ട പൈസ എടുത്തിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉള്ള മാർക്കറ്റ് ആണെന്ന് ശ്രദ്ധിക്കുന്ന കാര്യം. ഇവരെന്താക്കെന്ന് വെച്ചാൽ ഇതിനെ കൊണ്ട് താത്തിക്കൊണ്ടുവരും. അപ്പം വിത്തൗട്ട് റീസൺ 100 രൂപ സ്റ്റോക്ക് 60 രൂപ 50 രൂപ 70 രൂപ വരും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി പാനിക് ആവും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാളെ വേണ്ട പൈസ അയക്കും. ചിലപ്പോൾ മോളെ കല്യാണിക്കാൻ വെച്ച പൈസ അയക്കാം, വീടുണ്ടാക്കാൻ വെച്ച പൈസ അയക്കാം, അല്ലെങ്കിൽ ബ്ലേഡിന് വാങ്ങിയ പൈസ അയക്കും. ഒരിക്കലും അങ്ങനത്തെ ഒന്നും ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇൻവെസ്റ്റർ ആയത് മാറണ്ടേ. അതായത് നിങ്ങൾ കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു പെർസെന്റേജ്, ബിസിനസ് കിട്ടുന്ന പെർസെന്റേജ് നിങ്ങൾ ഇതിൽ ലോങ് ടേമിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലേ എവിടെ കിട്ടുന്നതിനെക്കാട്ടും 10 ഇരട്ടി ലാഭം സ്റ്റോക്ക് മാർക്കറ്റ് കിട്ടും. അതേ സമയത്ത് ഇത് ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് കാണിച്ചല്ലോ കമ്പനി, അപ്പൊ ഇന്ന് നാളെ തന്നെ സ്റ്റോക്ക് കയറും. ഇപ്പം പൈസ ഇല്ലാണ്ട് ഒരു 1000 ഷെയർ വാങ്ങിയ നാളെ 10 രൂപയുടെ 10,000 രൂപ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പം പണി തരും. ഓപ്പറേറ്റേഴ്സ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്, അവർക്കറിയാം ഈ ഇൻവെസ്റ്റേഴ്സ് മൂവ്മെന്റ് കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വി ആർ കമ്പൽഡ് ടു സെൽ അറ്റ് ലോവർ റേറ്റ്. ഇപ്പൊ 40% ലോസിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്യണം. എന്നിട്ട് വിറ്റ് കഴിഞ്ഞ് ഒരു മാസം നോക്കുമ്പോൾ ഈ സ്റ്റോക്ക് 200 എത്തിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് 100% കിട്ടുന്ന സാധനത്ത് 40% നഷ്ടത്തിലാണ് സ്റ്റോക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രീ ആയിട്ടുള്ള പൈസ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. നാളത്തേക്ക് വേണ്ട പൈസ എടുത്തിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ആ ഒരു സ്ഥലം മനസ്സിലാക്കേണ്ടത് ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു തിങ്ക് ഓഫ് ലോങ് ടേം, ഷോർട്ട് ടൈം വിൻസ് അല്ല. ഇല്ല, ലോങ് ടേം അല്ലെങ്കിലും നിങ്ങൾ വേണം സ്വിംഗ് എടുക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ സപ്പോസ് ഈ വാങ്ങിയ 100 രൂപ വാങ്ങിയ സ്റ്റോക്ക് നിങ്ങള് ഒരു ടാർഗറ്റ് 150 ആണെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 മാസം താഴെ കിടക്കും. പിന്നെ അത് തിരിച്ച് ഫണ്ടമെന്റ്സ് ഉണ്ടെങ്കിൽ തിരിച്ച് കയറി 150 നിങ്ങൾ കൊടുക്കാം. നിങ്ങൾ അടുത്ത സ്റ്റോക്ക് സെൽ ചെയ്യാൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഒരു 10 സ്റ്റോക്ക് 4 സ്റ്റോക്കിന്റെ ഇഷ്ടപ്പെട്ട സ്റ്റോക്ക് ആണെങ്കിൽ ഈ 4 സ്റ്റോക്ക് ഒന്നും ചെയ്യൂല. വേറെ കുറച്ച് എമൗണ്ട് ഒരു 3 lakh 2 lakh എടുത്തിട്ട് ഈ സിംഗിള് എൻട്രി ചെയ്യും. സിംഗിൾ നമുക്ക് ആ കമ്പനിയോട് പ്രത്യേക ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന്റെ ഫണ്ടമെന്റ്സ് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡേ ട്രേഡ് ചെയ്യുകയാണെങ്കിലും സ്വിംഗ് ചെയ്യുകയാണെങ്കിലും ലോങ് ടേം ആണെങ്കിലും ബേസിക് നോക്കേണ്ട കാര്യം കമ്പനി ഫണ്ടമെന്റ്സ് ആയിരിക്കണം. ഇൻട്രഡേ ചെയ്ത് ടെക്നിക്കൽ നോക്കി ഇൻട്ര ചെയ്ത് സപ്പോസ് താഴെ റീസൺസ് പലതും വരാം. ഇപ്പം യുദ്ധം വന്ന്, കൊറോണ വന്ന്, ഇങ്ങനെ ആകുമ്പോൾ ഒരു ഫണ്ടമെന്റ്സും ഇല്ല, എല്ലാ സ്റ്റോക്ക് അടിക്കും. പക്ഷെ ഫണ്ടമെന്റ്സുള്ള സ്റ്റോക്കാണ് തിരിച്ച് കയറിപ്പോകും. ഈ കൊറോണ സമയത്തൊക്കെ ബജാജ് ഫിനാൻസ് വെറും 400 രൂപയെ എത്തിപ്പോയിരുന്നു. പല സ്റ്റോക്കും 30 രൂപ 40 രൂപയെ. ലോക്ക്ഡൌണിന്റെ പീരീഡ് മൊത്തമായിരുന്നു. അപ്പോൾ പാനിക്കായി. ലോക്ക്ഡൌണിന്റെ പീരീഡ് ഇനിയിപ്പോ ജനങ്ങൾ ചിന്തിക്കും ഇനി ഒന്നും ഇല്ലാതെ ചിന്തിക്കുന്നത്. അങ്ങനെ ഇല്ലല്ലോ. പിന്നീട് വളരെ ഇപ്പം വണ്ടർല എന്ന സ്റ്റോക്കൊക്കെ ആ ഒരു ബിസിനസ് നടക്കുന്നില്ലായിരുന്നു. വണ്ടർല ഹോളിഡേസ് ആരും ടൂറും പോണില്ല, ഒന്നും പോണില്ല. പക്ഷെ അത് മാറിക്കഴിഞ്ഞാൽ കമ്പനി നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഒരു അവസരമാക്കി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും മാർക്കറ്റ് അടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഇഷ്യൂസ്, ട്രംപിന്റെ ഇഷ്യൂ കാരണം മാർക്കറ്റ് ഒരു പാനിക് സിറ്റുവേഷൻസിലാണ് ഉള്ളത്. ഇപ്പം പല സ്റ്റോക്സും ഇപ്പോഴും അത് ടർബുലന്റ് സിറ്റുവേഷനിലാണോ? അതെ, സിറ്റുവേഷനിലാണ്. ഇപ്പം ഇന്നലെ പിന്നെ റഷ്യൻ പുട്ടിനായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. പക്ഷെ അതില് ഇപ്പൊ ഇന്ത്യൻ റഷ്യന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിന് മേലെ ഒരു 25% താരിഫ് ഏർപ്പെടുത്തി, അതിന് ചിലപ്പോൾ ഒരു അഴിവ് വരുമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ മാർക്കറ്റ് മൊത്തം ഒരു വോൾട്ടൈൽ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ചെറിയൊരു നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആകുമ്പോഴേക്ക് സ്റ്റോക്ക് ഹാമർ ഡൗൺ ചെയ്യുക ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അവസരമാക്കി വെക്കുക, കാരണം ഇതോടുകൂടി ലോകം അവസാനിക്കുമ്പോൾ ഇതും ഓവർകം ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഓവർകം ചെയ്ത് കയറി കഴിഞ്ഞാല് എൻ്റെ ഒരു കാഴ്ചപ്പാട് 2030-31 ആകുമ്പോഴേക്ക് ഇന്ത്യ ഒരു നല്ല ശക്തിയെ മാറാൻ ഒരു ഫാസ്റ്റസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാണ് ഇന്ത്യ, ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ അത് ഇപ്പം മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഇഷ്യൂ ഒക്കെ കുറെ മുന്നേ ആണെങ്കിൽ സൈഡ് ആയിട്ടുണ്ടാവും ഇന്ത്യ. ഇപ്പം ഇന്ത്യ ആക്ച്വലി ബോധേഡ് അല്ല. ഇപ്പം ഈ ഒരു ഇതിൽ തന്നെ അഗ്രികൾച്ചർ ഫാമേഴ്സിന് അഗേൻസ്റ്റ് ഒന്നും ചെയ്യാൻ വളരെ സ്ട്രോങ് ആയി തന്നെ മോഡി പറഞ്ഞത്. സോ കുറച്ച് മുന്നേ ആണെങ്കിൽ ഇന്ത്യ എക്കോണമി സ്ട്രോങ് അല്ല, സ്ട്രോങ് ആണ്, ഇനിയും സ്ട്രോങ് ആയതുകൊണ്ട് നിൽക്കുകയാണ്. സോ ഒരു ഫാസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ്. അപ്പൊ 2030 ആകുമ്പോഴേക്ക് ഇന്ത്യയിലെ പല സെക്ടേഴ്സും വളരെ സോളിഡ് ആയി മാറാൻ സാധ്യതയുണ്ട്. ഒരു 10 കൊല്ലം മുന്നേ നമ്മുടെ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, പിന്നെ കുറെ മുന്നിട്ട് നോക്കുകയാണെങ്കിൽ കുരുമുളക് ഒക്കെ ആയിരുന്നു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ അതൊക്കെ മാറി ലിത്തിയവും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള. അതെ. അപ്പം റിസോഴ്സസ് മാറി. ഇപ്പൊ റിസോഴ്സിന് ഇനിയിപ്പോ വരുമ്പോൾ റിസോഴ്സ് ലിത്തിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുമ്പോൾ. ലിത്തിയൊക്കെ നമ്മൾ ഇന്ത്യയില് ജമ്മു കാശ്മീരിൽ കണ്ടുപിടിച്ച ചെറിയൊരു കാര്യമില്ല, വലിയ കാര്യമാണ് അതൊക്കെ. ഇപ്പൊ റിസോഴ്സ് ഏത് രാജ്യങ്ങളാണ് ഉള്ളത്? ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം അത് റിസോഴ്സ് ആയതുകൊണ്ടാണ് ആ ഒരു വെൽത്തി രാജ്യം മാറാൻ കാരണം. ഭാവിയിൽ പെട്രോളിയത്തിന്റെ യൂസും കുറഞ്ഞു വരാൻ പോകും. ഭാവിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഓക്കെ, ആ ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സെക്ടേഴ്സിൽ നോക്കിയിട്ട് ഡാറ്റാ സെന്റേഴ്സ് ഇങ്ങനത്തെ സെക്ടറിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. 2030-31 വ്യൂ ചെയ്തിട്ട് ജസ്റ്റ് 5 years മാത്രം പേഷ്യൻസ് കാണിച്ചാൽ മതി. നിങ്ങൾ എല്ലാ സ്റ്റോക്കും ഓഫ് റോഡ് ചെയ്തോളൂ. 2030-31 വരെ ഇങ്ങനെ സെക്ടറിൽ നല്ല സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കിട്ടാൻ സാധ്യത.